Network. I'm sharing through Dante because I have a lot of Dante devices here. Yeah. And this is connected to the internet. Everything is connected here. This is full PC. This is the computer. This is all in one computer, right? This is one computer. Yeah. Yes. You can see it here. This is the computer. CL5 DU7. ഹലോ ഗായ്സ് മറ്റേ ഇവര് പറഞ്ഞ എന്താണ് ഇൻസ്റ്റഗ്രാമിലില്ലേ നമ്മുടെ ഹലോ ഗായ്സ് വാട്സാപ്പ് എന്ന് പറഞ്ഞിട്ട് മറ്റേ ക്രീം ബണ്ണും കട്ടൻ ചായയും പറയുന്ന ഒരു ടീംസ് ഉണ്ട് രണ്ട് പിള്ളേർ അതുപോലെ ഹലോ ഗായ്സ് അത് പോട്ടെ എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖല്ലേ പിന്നെ നമ്മളെ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് എല്ലാവരും അഭിപ്രായം എന്താ പിന്നെ ഏകദേശം എല്ലാവരും ചെയ്ത് പഠിച്ചെന്നൊക്കെ വിചാരിക്കണ് അങ്ങനെ മിഡാസിന്റെ വീഡിയോ ഏകദേശം കഴിഞ്ഞു അല്ലേ ഇനിയിപ്പോ വർക്കിന്റെ ഇടയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് എങ്ങനെ EQ ചെയ്യലെന്നൊക്കെ ഒന്ന് പറഞ്ഞുതരാം അല്ലെ അതായത് മോണിറ്റർ EQ ഫീഡ്ബാക്ക് ഇല്ലാതെ ചെയ്യേണ്ട പരിപാടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ ചെയ്തുതരാം ഇപ്പൊ നമ്മള് വണ്ടി കൂളിംഗ് ഗ്ലാസ് ഒക്കെ ഇട്ട് പോകണം കേട്ടാ എന്നെ ദുബായിലോട്ടേക്ക് പോവാ എന്തിട്ടാണ് ദുബായിലോട്ടേക്കും പോവാ എപ്പോ എത്താനാണ് അറിയില്ല പക്ഷേ ഷാർജയുടെ ട്രാഫിക് മറി കടന്നിട്ട് ദുബായിലേക്ക് എപ്പോ എത്തുന്ന ഞങ്ങൾ ഷാർജയും ദുബായി ഏറ്റവും പോവാണ് കാരണം ഇന്ന് ഒരു ട്രെയിനിങ് വേവ്സിന്റെ പിന്നെ ഇമോഷൻ LV1 എന്ന കൺസോളിന്റെ ഒരു ട്രെയിനിങ് ഉണ്ട് തോംസണില് അപ്പം അതിനങ്ങനെ രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും ഫ്രീ ആവുമെന്ന് അറിയില്ലാതെ വെറുതെ രജിസ്റ്റർ ചെയ്തിട്ടായിരുന്നു അപ്പം ഭാഗ്യവശാൽ ഇന്ന് നമുക്ക് ഫ്രീ കിട്ടി അതുകൊണ്ട് അങ്ങനെ പോയി നോക്കാം ഈ സെയിം കൺസോളിന്റെ ട്രെയിനിങ് നാട്ടിലുണ്ട് കേട്ടോ പിന്നെ ട്രിവാൻഡ്രത്ത് നാട്ടില് തിരുവനന്തപുരം തിരുവനന്തപുരത്താണ് തോന്നുന്നത് SCAലും ഉണ്ട് ഈ ഒരു LV1 ട്രെയിനിങ് കൊടുക്കണം അപ്പം എല്ലായിടത്തും കൊടുക്കുന്നുണ്ട് ട്രെയിനിങ് ഫ്രീ ആണ് നാട്ടിലെങ്ങനെ അറിയില്ല ഇവിടെ ഫ്രീ ആണ് ഞങ്ങൾ ഏതായാലും അങ്ങോട്ട് പോയോണ്ടിരിക്കുകയാണ് രാവിലെ ഇറങ്ങിയിട്ടുണ്ട് ഒരു 7:30 ഉറപ്പാ എത്രയെന്നുണ്ടെങ്കിൽ ഒരു 2 മണിക്കൂർ എന്തായാലും എടുക്കും വന്ന് കാരണം അത്രയും ഹെവി ട്രാഫിക് ഷാർജയിലെ ദുരിതം അനുഭവിച്ചിട്ടാണ് അങ്ങോട്ടേക്ക് പോണേ ഒരു ചായ കിട്ടുമോ നോക്കണം അതിൻ്റെ ഇടയ്ക്ക് അല്ലേ അതെ രാവിലെ നേരത്തെ ഇറങ്ങിയോണ്ട് ഒരു ഒന്ന് റീഫ്രഷ് അവിടെ പോയി നല്ല ഫുഡാട്ടാ ഞാൻ ഇടയ്ക്ക് ട്രെയിനിങ് പോണ പിന്നെ അവിടെ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ ചെന്ന തന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഫുഡ് ഉണ്ടാവും പിന്നെ ലഞ്ച് ഉണ്ടാവും ചിലപ്പോൾ 11 മണിയാകുമ്പോൾ ചിലപ്പോൾ ഒറ്റ ലഞ്ച് ആയിരിക്കും പക്ഷെ സ്നാക്സ് എക്സ്പ്രസോ കോഫി പരിപാടി ഒക്കെ ഉണ്ട് മെയിൻ ആയിട്ട് അതാണ് ഒരു ഉഷാറായിക്കോട്ടെ പിന്നെ അതൊക്കെ അതുപോലെ നല്ലതാട്ടോ പിന്നെ അവര് എന്ത് ട്രെയിനിങ് വന്നാലും നമുക്ക് ഇങ്ങനെ മെയിൽ വരലുണ്ട് പിന്നെ നമ്മളവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുന്നേ ആ DM7 ഒരു ട്രെയിനിങ് ഉണ്ടായിരുന്നു അതുപോലെ നെക്സോ മറ്റേ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ യമഹയുടെ ഡിസ്ട്രിബ്യൂട്ടറാണ് അവര് അപ്പോൾ അതുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെ അപ്പം നമ്മൾ പോയി നോക്കാം നമ്മളിപ്പോൾ ഒരാളും കൂടി ഉണ്ട് ഞാൻ പെന്ന് പിന്നെ ടോമി ഒരു കട്ടൻ ചായയും കൂടി ഉണ്ട് ക്രീം ബണ്ണും കട്ടൻ ചായ തന്നെ റെഡിയാണ് ചായ എടുക്കാൻ പോവാ ചായ ടോമി നമ്മൾ ടോമിനെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയാം കഴിഞ്ഞ വീഡിയോ അതിന് മുന്നത്തെ വീഡിയോ വെച്ചപ്പോൾ ടോമി ഉണ്ടായിരുന്നു അപ്പൊ ടോമി ഉണ്ട് ഞങ്ങളെ കൂടെ ട്രെയിനിങ്ങിന് ഞങ്ങളൊരു ഏകദേശം ടോമിനെ പിക്ക് ചെയ്യണം അതിനിങ്ങനെ പോയിക്കൊണ്ടിരിക്കണം ഞങ്ങളിങ്ങനെ കുറുക്ക് വഴിക്കാണ് പോയിക്കൊണ്ടിരിക്കണം നേരെ പോയി കഴിഞ്ഞാൽ എന്തായാലും തുല അമ്മമാർക്ക് ട്രാഫിക്കാണ് അപ്പൊ ചില ഊട് വഴി കൂടെ ഇങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എവിടെയെങ്കിലും ഒരു ചായ കിട്ടുമെങ്കിൽ നിർത്തും ഒരു ചായ ഒരു അര ഗ്ലാസ് ചായ വേണം അങ്ങനെ ഉറക്കത്തിൽ നിന്ന് എണീക്കുള്ളൂ നാളെ ഞങ്ങൾക്ക് എംബിഎസ് മാളിൽ ഒരു പരിപാടി ഉണ്ട് ഒരു DJ പരിപാടിയാണ് അത് IMAX മൂവിന്റെ ആളാ എന്തോ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് പോലത്തെ പ്രൊഡക്റ്റ് ലോഞ്ച് ആണോ എന്താ പരിപാടി എന്നറിയില്ല DJ ആണ് പരിപാടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടിയിട്ടില്ല നമ്മള് ജസ്റ്റ് പോയി നോക്കുന്നു നമ്മളെ കാര്യങ്ങൾ സെറ്റപ്പ് ചെയ്യുന്നു ഒരു വയലിൻ ആർട്ടിസ്റ്റ് ഒക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പോയി നോക്കാം നമുക്ക് അപ്പൊ നാളെ നമ്മൾ മിക്സർ എടുക്കണ ഏതാ ചെണ്ട MR18 AR18 എൻ്റെ അടുത്തുണ്ട് അത് റേഞ്ച് ഉണ്ട് നമ്മൾ നാളെ ഉപയോഗിക്കുന്ന MR18 ആണ് മൈഡസിന്റെ UI16 പോലത്തെ ഒരു മിക്സർ അപ്പൊ നാളെ കുറച്ച് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിന്റെ കുറച്ച് പരിപാടികളൊക്കെ കാണിക്കാം അല്ലേ അപ്പൊ അങ്ങനെ അപ്പൊ ഞങ്ങളൊരു ചായ ഇട്ടോട്ടെ ചായ ഇട്ടെങ്കിൽ ചായ കുടിച്ചിട്ട് അങ്ങനെ നീങ്ങാം കണ്ട ട്രാഫിക് സമയത്ര നമ്മൾ പോന്നിട്ട് ഇതാണ് അവസ്ഥ മെല്ലെ ഉരുണ്ട് അങ്ങനെ പോകും പക്ഷെ നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് ഞങ്ങൾ 11 മണിക്കാണ് അപ്പോയിന്റ്മെന്റ് അല്ല അവിടെ എൻട്രി ഞങ്ങൾ എന്ത് ചെയ്തു 7:00 ഇറങ്ങി അതൊന്ന് ആലോചിക്കുക 11 മണിക്ക് എൻട്രി ഉള്ളടത്ത് 7:00 വന്ന് വണ്ടിയുടെ കുന്നുകൂടിയിട്ട് നോക്കിയാ ജീവനെ ഇതാണ് ഇവിടുത്തെ അവസ്ഥ ഇതാണ് ഷാർജ അതിനിടയ്ക്ക് എന്തെല്ലാം അഭ്യാസം കഴിഞ്ഞ നിൽക്കുന്നത്
ഇടയിൽ കൂടെ ചാടി ഇതുവരെ ചാടിയിട്ടില്ല കേട്ടാ. ഭാഗ്യം നമ്മൾ രക്ഷപ്പെട്ടു. അങ്ങനെ രക്ഷപ്പെടുത്തൂല, ഷാർജ കഴിയാതെ നമ്മൾ രക്ഷപ്പെടൂല. എന്നാലും പോയി നോക്കാം. അതെ, ടോമിനോട് 10 മണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ടോമി എത്ര മണിയാകുമ്പോ നോക്കും? 1 മണിക്കൂറിന്റെ മുമ്പില്. ഭയങ്കര പങ്ക്ച്വാലിറ്റിയാ, ഓവറാ. പക്ഷെ നമ്മൾ 10 മണി എന്ന് പറഞ്ഞാല് 11 മണിക്ക് റൂമിൽ ഇറങ്ങല്. ടോമി. പക്ഷെ ഇന്ന് നമ്മൾ നേരത്തെ അറിയുന്നു. കാരണം എന്താ, പണിക്ക് പോവല്ല, നമുക്ക് ആവശ്യമുള്ള. കാരണം നമ്മള് പണിക്ക് പോകാൻ വേണ്ടിട്ട് എങ്ങനെ വെച്ചാലും ചിലപ്പോ സമയത്തിന് ആവില്ല അല്ലേ. പക്ഷെ ഇത് നമുക്ക് ഇഷ്ടപ്പെട്ട പണിയാവുകൊണ്ട് നമ്മള് സമയത്തിനും അതിന്റെ രീതിക്ക് നമ്മൾ ഇറങ്ങേണ്ട. എന്താ പറയണേ, അല്ലെങ്കിൽ ട്രാഫിക്കിൽ കുടുങ്ങി കിട്ടൂല ഇന്നത്തെ എല്ലാ പരിപാടിയും കിട്ടൂല. അതാണ്. അപ്പൊ നമ്മള് അടുത്ത സിഗ്നലിലെത്തി. നീ പറഞ്ഞ ട്രാഫിക് കുറച്ച് കുറവാന്ന് വിചാരിക്കുന്നു അല്ലേ? എന്താ എന്റെ വോയിസ് എന്താ പറയുന്നത്? യെസ്, ഓഫ് കോഴ്സ്, നോ ഹാവ് എനി ട്രാഫിക് അൻറ്റിൽ ടോമി. പത്ത് മണിയാകുമ്പോഴോ 10 മണിന്ന് ടോമിന്റെ അടുത്ത് സമയം പറഞ്ഞേ. ഇനിയൊരു നമ്മള് 9:10 നടത്തും. ഒരു ചായ കുടിക്കുമ്പോഴത്തേനും 10 പിന്നെ അവിടുന്ന് നമുക്കൊരു അരമണിക്കൂർ ഉണ്ടാവുള്ളൂ. എന്താ കിടപ്പ് എന്താ. അപ്പൊ ഗൈസ് സമയം 9:10 വാച്ച് നിന്ന് കേട്ടാ. ചാർജ് എത്തിയിട്ടില്ല. നമ്മളിപ്പോ എവിടെ ഉള്ള അറിയാ? മലയാളികളും ഫിലിപ്പീൻസും ഏറ്റവും കൂടുതലുള്ള ഒരു സ്ഥലമാണ് കറാവ. മലയാളികളുണ്ട്, അതുപോലെ ഒരു ഒത്തുകൂടലിന്റെ ഒരു സ്ഥലമാണ് അല്ലേ? വീക്കെൻഡ്സ് ഒക്കെ എവിടെയാണ് നമ്മൾ ഒത്തുകൂടല്? നമ്മൾ ഇവിടെ വൈഡ് റേഞ്ചിൽ നിർത്തിയിട്ട് ചായ കുടിക്കണം. വൈഡ് റേഞ്ചിൽ ചായക്ക് എത്രയാണോ? പൊളിച്ചോ. ഫ്രീ പാർക്കിംഗ് ഇല്ല. ചായ കുടിക്കാൻ ചായക്കടയിലെത്തി. ലൈറ്റ് ഓട്ടോമാറ്റിക് പുറത്തെ പാർക്കിങ്ങിന് 6 ദിറംസ്. പിന്നെ അവർ പറഞ്ഞിരുന്ന സ്ഥലം നോക്കിയ ഗുണാക്കേവ്. അങ്ങനെ കൽച്ചായ കുടിക്കാൻ വന്നത് നമ്മള് ബീഫും പുട്ടും കഴിക്കും. ബീഫും പൊറോട്ടയും ബീഫും പുട്ടും. ഫൈനലി ചായ എത്തി. Tommy's on the way. Tommy, done XR18, huh? XR18. Yeah. We will check this one. Okay. ഇന്നും ഔട്ട് ഒന്നെ. ഞാൻ റബ്ബേ, ഇപ്പൊ എങ്ങനെ എടാ ഇന്ന് കുത്തന്റെ ഔട്ട്പുട്ട് കുത്തി അങ്ങനെ ഉണ്ടാവും. മറ്റേ ടോമി, what do you feel about the cave? പാട്ടിട്ടെ സെയിം ഒരു ഫീലിംഗ് ഉണ്ട്. ക്യാമറയിൽ എങ്ങനെയാന്ന് അറിയില്ല, നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഇട്ടുണ്ട്. കാരണം എന്താ വെച്ചാല് പെട്ടെന്നേ വെളിച്ചത്ത് എന്റെ ക്ലാസ്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നട്ട് വെയില് കണ്ണു കടുക്കുന്ന സൂര്യൻ. ഈ സൺഗ്ലാസ് നമ്മളിവിടെ മറ്റേതിനൊക്കെ അല്ലട്ടാ, എന്താ പറയാ, ഗ്ലാമറിന് വെക്കുന്നതല്ല. കണ്ണിക്ക് വെയിലടിച്ചിട്ട് കണ്ണിന്റെ അടപ്പ് ഉരുന്നതിനാണ്. നമ്മളെന്തായാലും വേവ്സിന്റെ സൂപ്പർ റാക്കിന്റെ പരിപാടി നമ്മൾ പിന്നെ ഒരു ദിവസം ചെയ്യുന്നുണ്ട് കേട്ടോ. അതായത് സൂപ്പർ റാക്ക് നമ്മൾ മിഡാസ് കണക്ട് ചെയ്യാം, അതുപോലെ ഈ MR18 ആയിട്ട് കണക്ട് ചെയ്യാം, XR18 ആയിട്ട് ചെയ്യാം. അതുപോലെ ഈ അനലോഗ് മിക്സറിൽ വരെ നമുക്ക് ഈ സൂപ്പർ റാക്ക് വെച്ച് പ്ലഗിൻസ് ആഡ് ചെയ്ത് മിക്സ് അടിപൊളിയാക്കാം. സൂപ്പർ റാക്ക് സൗണ്ട് ഗ്രിഡ് ഇല്ലാതെ, അതായത് ഇപ്പം വേവ്സ് ഒരു സ്റ്റുഡിയോയിൽ മിക്സ് ചെയ്യുന്ന പരിപാടി നമുക്ക് പിന്നെ ലൈവിൽ കൊണ്ടുവരാം. അതാണ് വേവ് സൂപ്പർ റാക്ക്. അറിയുന്നവരോ എഞ്ചിനീയേഴ്സ് ഒരുപാട് അറിയുന്നവരാണ്, എല്ലാവർക്കും അറിയാം തോന്നുന്നു. അപ്പൊ നമുക്ക് ഈ അനലോഗ് മിക്സറിലേക്കും നമുക്ക് ആ പ്ലഗിൻസ് ആഡ് ചെയ്തിട്ട് നമുക്ക് വേറെ ഡിലേ റാക്കും പരിപാടി ഒന്നും വേണ്ട. ഈ സൂപ്പർ റാക്ക് വാങ്ങിയിട്ട് USB, അതായത് USB പോർട്ട് ഉണ്ടല്ലോ നമ്മുടെ A to B മറ്റേ പരിപാടി, അത് കണക്ട് ചെയ്യുന്നവർക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അനലോഗിൽ ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയാം, പക്ഷെ ചെയ്ത് നോക്കിയിട്ടില്ല. അതുകൊണ്ട് ഇപ്പൊ ചെയ്ത് നോക്കിയിട്ട് ഞാൻ പറയാം. ഞാൻ ഒരു ദിവസം നമ്മുടെ EFX ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഡാനാക്കോ ഉണ്ടല്ലോ നമ്മുടെ അടുത്ത്, അതിൽ നമുക്ക് ഒരു ദിവസം ഈ സൂപ്പർ റാക്ക് കണക്ട് ചെയ്തിട്ട് ഒരു വീഡിയോ നമുക്ക് ചെയ്യാം. അപ്പൊ മനസ്സിലാവാലോ എന്താ ഇതിന്റെ പരിപാടി, പെർഫെക്ഷൻ ഒക്കെ നമുക്ക് ചെയ്യാം. ഇപ്പൊ നമ്മള് മിഡാസിൽ കണക്ട് ചെയ്യണ ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിരക്കൊക്കെ ഒന്ന് ചെയ്യട്ടെ, നമുക്ക് അതിനുള്ള മെന്റലി പ്രിപ്പയർ ആവണം.
പിന്നെ കുറച്ച് പ്ലഗിൻസ് ഒക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം. വേവ്സ് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയാ, ഇപ്പോൾ വേവ്സിലെ പ്ലഗിൻസ് വെച്ച് എൻറ്റയർ മിക്സർ നമ്മൾ വേവ്സ് കമ്പ്യൂട്ടറിൽ പോയിട്ട് കമ്പ്യൂട്ടറിൽ നിന്ന് തിരിച്ച് കാർഡിലിട്ട് വന്ന് കാർഡ് വഴിയാണ് നമ്മൾ മിക്സ് ചെയ്യണത്. മനസ്സിലായോ? നമ്മളെ കൺസോള് ഡ്രൈവ് ചെയ്യണത് നമ്മളെ കമ്പ്യൂട്ടർ ത്രൂ ആണ്. അപ്പൊ ലാറ്റൻസി ഒക്കെ അപ്പൊ അങ്ങനത്തെ സ്പെക്കുള്ള കമ്പ്യൂട്ടറാണ്. അപ്പൊ ഞാനൊന്ന് വാങ്ങിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് ടച്ച് സ്ക്രീനിന്റെ കമ്പ്യൂട്ടർ ഒരു 24 ഇഞ്ച് ഓൾ ഇൻ വൺ കമ്പ്യൂട്ടർ ഉണ്ട്, അത് ഗ്രാഫിക് ഒക്കെ ഉള്ള ഒരു കമ്പ്യൂട്ടർ. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് പിന്നെ ഇത് ഞാൻ ചെയ്ത് നോക്കി. എന്താ പറയാ, നമ്മുടെ MRIT ഇല്ല, XR8 ഞാൻ ചെയ്ത് നോക്കി. അതിലൊക്കെ എനിക്ക് വർക്കാണ്. ലേറ്റൻസി ഒക്കെ വളരെ കുറവാണ്. ലേറ്റൻസിയിലൊക്കെയാണ് നമുക്ക് ആക്യുറേറ്റ് ആണ് ഏകദേശം. ഇവിടെ എത്തുമ്പോൾ നമ്മൾ വണ്ടിക്ക് പ്രശ്നം വരും കേട്ടോ. തുടങ്ങി എന്താ ഇപ്പൊ നമ്മള് ദുബായിൽ ഏറ്റവും പ്രത്യേകിച്ച ഒരു റോഡാണ് E11 എന്ന് പറയും. അവിടെയാണ് പൊക്കൊണ്ടിരിക്കുക ഷെയ്ഖ് സായിദ് റോഡ്. കാരണം ദുബായിയുടെ ഒരു ബ്യൂട്ടി വരുമ്പോ ഏത് സിനിമയിലും കാണിക്കുമ്പോ ആദ്യം ഷെയ്ഖ് സായിദ് റോഡും പരിപാടിയൊക്കെ കാണിക്കുന്നത് അല്ലേ? ഷെയ്ഖ് സായിദ്. അപ്പോ ഇതാണ് ദുബായിയുടെ ഫ്യൂച്ചർ മ്യൂസിയം. പിന്നെ ടവർ പരിപാടികൾ, ബുർജ് ഖലീഫ അതിന്റെ ബാക്കിൽ തല മാത്രം കാണുന്നുണ്ട്, എല്ലാ പരിപാടിയും. അപ്പൊ ഇതാണ് ദുബായിയുടെ ഒരു മെയിൻ റോഡ്. ഇത് E11 ഷെയ്ഖ് സായിദ് റോഡ്. മെട്രോ ഇവിടെ ഇങ്ങനെ പോകും, സൈഡിൽ കൂടെ മെട്രോ, അങ്ങനെയൊക്കെ. അപ്പൊ ദുബായിലുള്ളവർക്ക് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല, കളിയാക്കണ്ട പ്ലീസ്. അവര് പറയും പൊട്ടന്മാര് ദുബായ് ഇതാ മെട്രോ ഷെയറാട്ട പോണതാ. മെട്രോ ഇവിടുത്തെ ഷെയറാട്ട പോലെയാണ്. ഷെയറാട്ട. ഞാനിപ്പോ ഒരു 3 മാസം നാട്ടിൽ വെക്കേഷൻ എടുത്ത് വെച്ചോ, തിരിച്ചു വരുമ്പോ റോഡ് മാറും. അങ്ങനെ അതായത് ഇപ്പൊ ഒരു 6 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം നാട്ടിൽ പോയിരുന്നോ, തിരിച്ചു വരുമ്പോഴത്തേനും വേറെ ബ്രിഡ്ജൊക്കെ വന്നിട്ടുണ്ടാവും. നമ്മൾ ആദ്യം പോയ റൂട്ടായിരിക്കൂല, അപ്പൊ ഇതിന് വേറെ ബ്രിഡ്ജൊക്കെ വന്നിട്ട് പെട്ടെന്ന് ഒരു പരിപാടി ചെയ്യും. പക്ഷേ ദുബായില് എക്സാമ്പിൾ നമ്മളിപ്പോ ജോലിക്കൊക്കെ വന്ന് ഭയങ്കര എക്സ്പെൻസാ. ചെലവ് കൺട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അസ്സലാം വലൈക്കും 1000 ദിർഹംസ് ഒരു ദിവസം കൊണ്ട് തീർക്കാം. 1000 കുറവാണ്, സിമ്പിളായിട്ട് തീർക്കാം. അത്രക്കും എക്സ്പെൻസീവാ. നമ്മള് എന്ത് ചെയ്യാ, കെയർ ചെയ്തിട്ട്. In the Thompson, right? Yes. Tommy? Hi. We are now in Thompson. Thompson. See, this is Thompson. We are going to take the training here. Okay, let's go. ഒരുത്തരം കേട്ടിട്ടില്ല. ഫൈനലി നടത്തിയിട്ടുണ്ട്. DM7. അപ്പോൾ അടുത്ത ആഴ്ച നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് അല്ലേ? നെക്സ്റ്റ് വീക്ക് നമുക്ക് ഇൻവിറ്റേഷൻ ഉണ്ട് ഇതിന് ട്രെയിനിങ് പരിപാടികളായിട്ട്. പുതിയത് കുറച്ചായി ഇറങ്ങിയിട്ട്. That's great. But mine is all in one computer. This is the stage box for this. ഇതാണ് വേവ്സിൻ്റെ എന്താ പറയുക, LV1 ഇമോഷൻ LV1. അപ്പോൾ ഇതിൻ്റെ ട്രെയിനിങ് ആണ് നമ്മൾ സെറ്റ് ആക്കാൻ പോകുന്നത്. നമ്മളല്ല തോമസ് നമുക്ക് കിട്ടാൻ പോകുന്നത്. Everyone, thank you for coming here once again. I see some familiar faces. Some of them are returning. Anyone here for the first time? Yes. Yeah. First time. Okay, but I think I see some few familiar faces. Welcome back, and if you are coming here for the first time, then please welcome to our facility. We will be today introducing you or giving you a rundown on the Waves console. This initial session will be for presentations. Dariel, who's our colleague, he will give you a rundown through the console. Everyone, my name is Dariel. I will start giving the presentation for the Waves. So this presentation will have the range of the voice as well. And
it will take that range. So if you are in the chromatic scale, you can select on maybe C major or C sharp, depending on the. Connect to the computer. Connect to the computer. Then we can change the. Automatically it's like a keyboard. Oh, okay. You have to select it here, so you can see it here. Yeah. Okay. So we have to do any changes in the computer? No, nothing. Nothing is automatically detect. You will detect. This is full PC, not only screen. This is full This PC. is the computer. This is all in one computer, right? This is one computer. Yeah. Yes. The You can see here. This is the computer. So you can see these two. Servers. This is the computer and this is the server. This is a normal PC. computer. Just a PC. Oh. This is a PC and this is the server. You can see in the front. This is the Axis Scope. This is the Steam server. Okay. So if I have a Digico console, that will come here. Digico. So already inbuilt advert. You can have it there. If you have the card, it will come there. Then this is a normal switch. You can see it's a normal switch. It's just a So we have to choose the manage switch. no. This is a dumb switch. It's just a normal switch. Another switcher, huh? Any For the configuration, splitter, nothing. like a splitter. Like a splitter, yeah, but it's a normal switch. It's not like a splitter. It's a switch. Just But you share it for, now between Dante and Network. I'm sharing through Dante because I have a lot of Dante devices here. Yeah. And this is connected to the internet. Everything is connected Yeah. here. So Dante is also here. Here you have the configuration about gain and pen. Yeah, Which sure. means This means if I change it here, so this is here. So means if I put pen, you will see this is gain. Yeah, see? Instead of big gain, will be panoramic. yeah. That's it. but the knob can do two two together. things, right? Two Pen together, and gain. So pen how we and can gain, flip it? when you are in another, see, this is pen and gain when you have another mode. Now you are in the multi-view mode. Okay. Yeah, so when you are going to the plugin, panoramic. അങ്ങനെ ഞങ്ങളെ പരിപാടിക്ക് തോംസൺ കഴിഞ്ഞ് ഇറങ്ങി. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ, കണ്ടില്ലേ? അപ്പൊ ശരി, ഡ്രൈവർ അടുത്ത ആൾ പോട്ടെ, എന്താ പോക. ഓക്കെ, ദെൻ വി ആർ ഫിനിഷ്. നമ്മൾ കഴിഞ്ഞു. ബട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ബേസിൽ സൂപ്പർ റാക്ക് മിക്സർ എന്താ അറിയില്ല. ഓക്കെ ഫൈൻ. പക്ഷെ ഞാൻ എന്താ പറയുക, സൂപ്പർ റാക്ക് ബേസ് ഉപയോഗിച്ച് മിക്സ് ചെയ്യാൻ അടിപൊളിയാണ്. എൻ്റെ കുറച്ച് പ്ലഗിൻസും കാര്യങ്ങളൊക്കെ ഞാൻ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. കാരണം എല്ലാവർക്കും ഓരോരോ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ അത് അവൻ്റെ എക്സ്പീരിയൻസ്, അവൻ യൂസ് ചെയ്യുന്ന പ്ലഗിൻസൊക്കെ എനിക്ക് പറഞ്ഞു തന്നു. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ ഇനി പ്രാക്ടീസ് ചെയ്യണം. പ്രാക്ടീസ് ചെയ്തിട്ട് എനിക്ക് നല്ലത് തോന്നുന്ന പ്ലഗിൻസ് നമ്മൾ വീഡിയോയിൽ കാണിച്ചു തരാം സൂപ്പർ റാക്ക് ചെയ്യുന്ന സമയത്ത്. അപ്പം താങ്ക് യു സോ മച്ച് അല്ലേ? അതെ. ടോമി, ജസ്റ്റ് ഗിവ് എ താങ്ക്സ് ഫോർ എവ്രി വൺ. എന്താ ടോമിനെ ഫോക്കസ് ചെയ്യാത്ത? ഓക്കെ, ഇറ്റ്സ് എ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. Come for the next week we have DM7, DM3. If we have get time, we'll come and do. Sir, no problem. Warehouse, go to the warehouse. So we have to give the mics. Etra 2 മണി മുമ്പ് അടുത്തോ? उसका पहले ट्रक लेना पड़ेगा. Okay. Thank you.